Learn Easy Online Education. Hi, welcome to my new video. It's me, Harshita. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് MSO001 യൂണിറ്റ് നമ്പർ 20 ആണ് സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് വരുന്നുണ്ട്, സിറ്റിസൺഷിപ്പിന്റെ ഡെഫിനിഷൻ, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, ഡുവൽ സിറ്റിസൺഷിപ്പ്, സ്റ്റേറ്റ് ആൻഡ് ദ സിറ്റിസൺ, nation state and the citizenship, rights and duties of the citizen, civil society, multiculturalism and the citizenship conclusion. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിറ്റിസൺഷിപ്പ് എന്ന യൂണിറ്റിൽ വരുന്നത് എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 20.1 ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. സിറ്റിസൺഷിപ്പ് ഈസ് എസെൻഷ്യൽ ഇൻ എ ഡെമോക്രസി ആൻഡ് അപ്പിയേഴ്സ് ഇൻ ലോസ് ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. A citizen is not just someone living in a country, but a person who actively participates in government. Citizens have both duties and rights, such as obeying laws and having political rights like voting. ഒരു ജനാധിപത്യത്തിൽ പൗരത്വം എന്താണ്? അത്യന്താപേക്ഷിതമാണ്. നിയമങ്ങളിലും ഔദ്യോഗിക രേഖകളിലും അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു പൗരൻ എന്നത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾ മാത്രമല്ല, സർക്കാരിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ്. പൗരന്മാർക്ക് നിയമങ്ങൾ അനുസരിക്കുകയും വോട്ടിംഗ് പോലുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. തുടങ്ങിയ കടമകളും അവകാശങ്ങളും എന്തുണ്ട്? പൗരന്മാർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ഡു നോട്ട് ഹാവ് ടു സിറ്റിസൺ, ഓൺലി സബ്ജക്ട്സ് ഹു മസ്റ്റ് ഒബേ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് റൂളേഴ്സ്. ഹിസ്റ്ററി ഹാസ് seen many oppressive governments, including feudal states, colonial rulers, and fascist regimes like Nazi Germany and fascist Italy. Some democratic nations like Britain and France ruled their colonies under undemocratically. ജനാധിപത്യേതര സംസ്ഥാനങ്ങൾക്ക്, സർക്കാരുകൾക്ക് യഥാർത്ഥ പൗരന്മാരില്ല. ഭരണാധികാരികളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ട പ്രജകൾ മാത്രമാണുള്ളത്. ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ, കൊളോണിയൽ ഭരണാധികാരികൾ, നാസി ജർമ്മനി, ഫാസിസ്റ്റ് ഇറ്റലി തുടങ്ങിയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഉൾപ്പെടെ നിരവധി അടിച്ചമർത്തൽ സർക്കാരുകളെ ചരിത്രം കണ്ടിട്ടുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള ചില ജനാധിപത്യ രാജ്യങ്ങൾ അവരുടെ കോളനികൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഭരിക്കുകയും ചെയ്തു. ഒരു പൗരൻ എന്നത് നിലനിൽക്കുന്നത് എവിടെയാണ്? ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് പൗരന് വാല്യൂ ഉള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഭരണവർഗവും അവർ ഭരിക്കുന്നവരും എന്നുള്ള ആ ഒരൊറ്റ തീം മാത്രമല്ല. അവിടെ പൗരന് യാതൊരു തരത്തിലുള്ള കടമകളോ അല്ലെങ്കിൽ അവകാശങ്ങളോ ഒന്നും ഇല്ല. ഡെമോക്രസി gives people political rights, but these rights were not always available to everyone. After revolution, such as in France, people gained equal rights over time. People fought for യൂണിവേഴ്സൽ സർഫേസ്, ensuring all adults could vote. ജനാധിപത്യ ജനങ്ങൾക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ നൽകുന്നു. എന്നാൽ ഈ അവകാശങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭ്യമായിരുന്നില്ല. ഫ്രാൻസിലെ പോലുള്ള വിപ്ലവങ്ങൾക്ക് ശേഷം ആളുകൾ തുല്യ അവകാശങ്ങൾ ലഭിച്ചു. കാലക്രമേണ പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആളുകൾ സാർവത്രിക വോട്ടവകാശത്തിനായിട്ട് പോരാടി. ഫ്രാൻസിലെ ആദ്യമൊക്കെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ സാർവത്രിക വോട്ടവകാശം പോലെ എല്ലാവർക്കും ഒരേ തുല്യ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഡെമോക്രസി വർക്ക്സ് ബെസ്റ്റ് വെൻ citizens participate in government decisions. More involvement makes government responsible and society fairer. സർക്കാർ തീരുമാനങ്ങളിൽ പൗരന്മാർ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ഇടപെടൽ സർക്കാരുകളെ ഉത്തരവാദിത്തമുള്ള സമൂഹത്തെ നീതിയുക്തമാക്കുന്ന ഒരു നല്ല പൗരന്മാരുണ്ടെങ്കിൽ, സർക്കാരിന്റെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള പൗരന്മാരുണ്ടെങ്കിൽ സർക്കാരുകൾ നീതിയുക്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മുടെ മെയിൻ ഹെഡിങ്ങിലോട്ട് കടക്കാൻ. 20.2 ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. 3 ബിഗ് ഇഷ്യൂസ് ഇൻ ദ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിലെ പ്രധാനപ്പെട്ട 3 ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. The world has faced 3 main problems. First, the role of religion in a country. Second, giving workers full rights like voting and fair wages.
there make sure money is shared fairly among people. ലോകം 3 പ്രധാന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ ലോകം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ലോകം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ. ഒന്നാമതായിട്ട് ഒരു രാജ്യത്തിന്റെ മതത്തിന്റെ പങ്ക്. ആദ്യം ആധിപത്യത്തിലുള്ള ഒരു ഭരണമായിരുന്നു നിലനിന്നിരുന്ന പുരോഹിതന്മാരുടെ കീഴിലുള്ള ഭരണം. അത്. രണ്ടാമതായിട്ട് വോട്ടിങ്, ന്യായമായിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഭരണങ്ങളെ വോട്ടിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ ഭയങ്കര പ്രശ്നത്തിൽ അധിഷ്ഠിതമായിരുന്നു. അങ്ങനെ ഒരു തീം, അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോൾ അത് പ്രാവർത്തികവൽക്കരിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് പറഞ്ഞ ന്യായമായിട്ടുള്ള വേതനം. ഒരു വേതനത്തിന് തൊഴിലാളികൾക്കൊക്കെ ന്യായമായിട്ടുള്ള വേതനം കൊടുക്കുക എന്നുള്ളതിനൊക്കെ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ആളുകൾക്കിടയിൽ പണം ന്യായമായിട്ട് പങ്കിടുന്നെന്ന് ഉറപ്പാക്കുക എന്നതാണ്. അതാണ് പണം എന്ത് ചെയ്യുന്നുണ്ട്, വേതനം എന്നത് എന്താണ്, പൂർണ്ണമായിട്ട് ന്യായമായിട്ട് പങ്കിടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. The issue of religion was mostly solved in the 18th and 19th centuries. Workers' rights were also settled in different ways. The US and Britain have workers' voting rights in the 19th century. 18-19 നൂറ്റാണ്ടുകളിൽ മതത്തിന്റെ പ്രശ്നം എന്ത് ചെയ്തു, പരിഹരിക്കപ്പെട്ടു. അതായത് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും എന്താണ് ഭരണം ഗവൺമെന്റ് ഏറ്റെടുത്തു, ബ്യൂറോക്രസി ഏറ്റെടുത്തു. തൊഴിലാളികളുടെ അവകാശങ്ങളും വ്യത്യസ്ത രീതികൾ എന്ത് ചെയ്തു, പരിഹരിക്കപ്പെട്ടു. യുഎസും ബ്രിട്ടനും 19ാം നൂറ്റാണ്ട് തൊഴിലാളികൾക്ക് വോട്ട് അവകാശവും നൽകുകയും ചെയ്തു. ഇൻ സ്വീഡൻ workers joined socialism to fight for other rights. Persia, workers were not allowed to vote equally until 1918, so they supported Marxism. In France, workers could vote but did not get fair wages until after World War II. സ്വീഡനിലെ തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടാൻ സോഷ്യലിസത്തിൽ ചേർന്നു. പേർഷ്യയിലെ 1918 വരെ തൊഴിലാളികൾക്ക് തുല്യമായിട്ട് വോട്ട് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ മാർക്സിസത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഫ്രാൻസിൽ തൊഴിലാളികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും 2ാം ലോക മഹായുദ്ധം കഴിയുന്നതോടെ അവർക്ക് ന്യായമായ വേതനം എന്ത് ചെയ്തിരുന്നില്ല, ലഭിക്കുകയും ചെയ്തിരുന്നില്ല എന്നാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും അതിൽ കുറച്ച് അസമത്വങ്ങൾ നിലനിന്നിരുന്നു. പിന്നീട് അത് കാലക്രമേണ മാറി വന്നു എന്നാണ് പറയുന്നത്. ടുഡേ വർക്കേഴ്സ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ഹാവ് ഫുൾ റൈറ്റ്സ് ആൻഡ് ആർ പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. ദ മെയിൻ ഇഷ്യൂ നൗ ഈസ് ഹൗ ഡിവൈഡ് വെൽത്ത് ഫെയർലി ത്രൂ നെഗോഷിയേഷൻസ്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ തൊഴിലാളികൾക്ക് പൂർണ്ണമായ അവകാശങ്ങളും സർക്കാരിന്റെ ഭാഗവുമാണ്. അവര് ചർച്ചകളിലൂടെ സമ്പത്ത് എങ്ങനെ ന്യായമായിട്ട് വിഭജിക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ദി സിറ്റുവേഷൻ വാസ് ഡിഫറെന്റ്. Western workers fought against rich business owners for right, but in Asia and Africa, colonial rule affected politics. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്ഥിതി എന്താണ്, വ്യത്യസ്തമാണ്. പാശ്ചാത്യ തൊഴിലാളികൾ അവകാശങ്ങൾക്കായിട്ട് സമ്പന്നരായ ബിസിനസ് ഉടമകൾക്കെതിരെ പോരാടി. എന്നാൽ ഏഷ്യയിലും ആഫ്രിക്കയിലും കൊളോണിയൽ ഭരണം രാഷ്ട്രീയത്തെ എന്ത് ചെയ്തു, ബാധിച്ചു. കൊളോണിയൽ ഭരണം ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ എന്താണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഭരണം എന്ത് ചെയ്തു, രാഷ്ട്രീയത്തെ ബാധിച്ചു എന്നാണ്. റിച്ച് പീപ്പിൾ വെർ ഓഫ്റ്റൻ ലിങ്ക്ഡ് ടു കൊളോണിയൽ റൂളേഴ്സ് വൈൽ ലെഫ്റ്റ് ഐഡിയാസ് സപ്പോർട്ടഡ് ഇൻഡിപെൻഡൻസ്, വർക്കേഴ്സ് പാർട്ടീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് വെർ പാർട്ട് ഓഫ് പൊളിറ്റിക്സ് ഫ്രം ദ സ്റ്റാർട്ട്. സമ്പന്നരായിട്ട് ആളുകൾ പലപ്പോഴും കൊളോണിയൽ ഭരണാധികാരികളുമായിട്ട് ആണ് ബന്ധപ്പെട്ടിരുന്നത്. ഇടതുപക്ഷ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. തൊഴിലാളി പാർട്ടികളും ട്രേഡ് യൂണിയനുകളും തുടക്കം മുതൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു എന്ന്. ഇതൊക്കെ നിലനിന്നിരുന്നെങ്കിലും ഭരണം ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്, പണ്ട് കാലങ്ങളിൽ ഇന്ത്യയില് കൊളോണിയൽ ഭരണാധികാരികൾക്കാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ഇതൊക്കെയാണ് ചരിത്രങ്ങൾ. അതായത് നമ്മുടെ ഈ ഒരു സിറ്റിസൺഷിപ്പിന്റെ ഒരു തുടക്കവും ചരിത്രവും ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ഹെഡിങ്ങും പറയുന്നത് 20.3 ഡെഫിനിഷൻ ആണ്. സിറ്റിസൺഷിപ്പ് മീൻസ് ബീങ് എ ലീഗൽ മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി വിത്ത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇൻ ആൻഷ്യന്റ് Rome, it means legal protection. In modern states, government controls citizenship, deciding who gets rights and benefits. പൗരത്വം എന്നാൽ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ കമ്മ്യൂണിറ്റിയിൽ നിയമപരമായിട്ടുള്ള അംഗമായിരിക്കുക എന്നതാണ്. പുരാതന റോമില് നിയമപരമായിട്ടുള്ള സംരക്ഷണം എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. ആധുനിക സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ പൗരത്വത്തെ നിയന്ത്രിക്കുന്നുണ്ട്. ആർക്കൊക്കെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് ഭരണഘടന അല്ലെങ്കിൽ സർക്കാരുകൾ തീരുമാനിക്കുന്നു. D.H. Marshall explained citizenship in 3 stages. D.H. മാർഷൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്നത് 3 സ്റ്റേജസുകളിലൂടെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സിവിൽ റൈറ്റ്സ്, സെക്കൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്,
തേർഡ് സോഷ്യൽ റൈറ്റ്സ്, സിവിൽ റൈറ്റ്സ്, ഫ്രീഡം ഫ്രം സ്പീച്ച്, റിലീജിയൻ ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. സിറ്റിസൺഷിന്റെ പൗരന്മാരുടെ അവകാശങ്ങളാണ് പറയുന്നത്. പൗരാവകാശങ്ങൾ 18ാം നൂറ്റാണ്ടിലുള്ള പൗരാവകാശങ്ങൾ ഉണ്ടായതാണ്. ഈ ഒരു പൗരാവകാശങ്ങൾ എന്നത് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. സംസാരം, സ്വാതന്ത്ര്യം, മതം, സ്വത്തവകാശം. ഒരു പൗരന് സംസാരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം, മതത്തിലുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് കൈവശം വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. വോട്ട് ചെയ്യാനുള്ള അധികാരം ആണ് ഈ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് നടക്കാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അധികാരമാണ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അടുത്തത് സോഷ്യൽ റൈറ്റ്സ് ആണ്. അതായത് ക്ഷേമവും വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷയും പോലുള്ള അവകാശങ്ങളാണ് സോഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞത്. ഡെമോക്രസി എക്സ്പാൻഡഡ് സിറ്റിസൺഷിപ്പ് ബിയോണ്ട് privileged groups. The French and American Revolution helped shift focus from duties to rights. വിശേഷ അധികാരമുള്ള വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് ജനാധിപത്യം, പൗരത്വം വിപുലീകരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് അമേരിക്കൻ വിപ്ലവങ്ങൾ കടമകളിൽ നിന്ന് അവകാശങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്തു. മാർഷൽ ബിലീവ്ഡ് സിറ്റിസൺഷിപ്പ് ആൻഡ് ക്യാപിറ്റലിസം ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ് ബിക്കോസ് ക്യാപിറ്റലിസം causes inequality while citizenship promotes fairness. Critics argue his theory is limited, ignores gender and does not explain how citizenship grows. മുതലാളിത്തം അസമത്വത്തിനും കാരണമാകുന്നതിനാൽ പൗരത്വവും മുതലാളിത്തവും സംഘർഷം സൃഷ്ടിക്കുന്നുവെന്ന് മാർഷൽ വിശ്വസിച്ചു. അതേ സമയത്ത് തന്നെ പൗരത്വം നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പരിമിതമാണെന്നും ലിംഗഭേദം അവഗണിക്കുന്നുവെന്നും പൗരത്വം എങ്ങനെ വളരുന്നു എന്ന് വിശദീകരിക്കുന്നില്ലെന്നും വിമർശകർ വാദിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമെങ്കിലും അദ്ദേഹം ലിംഗഭേദത്തെ അവഗണിക്കുന്നു എന്നും പൗരത്വം എങ്ങനെ വളരുന്നു എന്ന് വിശദീകരിക്കുന്നില്ല എന്നും പറയുന്നു. പൗരത്വം എന്നുള്ളത് ഒരു പൗരന് അതായത് ഒരു ലിംഗഭേദമില്ലാത്ത സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചിന്തകളിലുള്ള വിമർശനങ്ങൾ പറയുന്നത്. Different societies view citizenship differently. Some sees it as a right people must fight for, while others see it as something given by the state. Globalization is changing citizenship, raising questioning about whether human rights will replace national citizenship. വ്യത്യസ്ത സമൂഹങ്ങൾ പൗരത്വത്തെ വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. ചിലർ ഇതിനെ സജീവ പൗരത്വത്തിനായിട്ട് പോരാടേണ്ട ശരിയായിട്ട് ഒന്നായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ അതിനെ ഭരണകൂടം നൽകുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. ചിലർ ഒരു സജീവ പങ്കാളിത്തമായിട്ടാണ് ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനുള്ളിലെ സജീവ പങ്കാളിയാണ് പൗരൻ എന്നുള്ള രീതിയിൽ കാണുന്നത്. മറ്റുള്ളവർ ഭരണകൂടം നൽകുന്ന ഒന്നായിട്ടാണ് ഈ പൗരത്വമാണ് ഭരണകൂടം നൽകുന്ന ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ആഗോളവൽക്കരണം പൗരത്വത്തെ മാറ്റിമറിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ ദേശീയ പൗരത്വത്തിന് പകരമാകുമോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. മനുഷ്യാവകാശങ്ങൾ ദേശീയ പൗരത്വത്തിന്റെ പകരമാകുമോ എന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനെ ഉയർത്തുന്നു. മനുഷ്യാവകാശങ്ങൾ ഉണ്ടല്ലോ, ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ കോമൺ ആയിട്ടുള്ള അവകാശങ്ങൾ ദേശീയ തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള ഒരു പൗരനാകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവര് ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണെന്നല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അടുത്ത നമ്മുടെ ഹെഡിങ് 20.4 global citizenship ആണ്. Citizenship is becoming less important because countries are not as powerful as before. Technology and trade connect people across borders, creating a global community. This new way of thinking can help reduce conflict caused by nationality and ethnicity. അടുത്തത് പറയുന്നത് ആഗോള പൗരത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. രാജ്യങ്ങൾ മുൻപത്തെ പോലെ ശക്തമല്ലാത്തതിനാൽ പൗരത്വത്തിന്റെ പ്രാധാന്യം കുറയുന്നുണ്ട്. സാങ്കേതിക വിദ്യയും വ്യാപാരവും ജനങ്ങളെ അതിർത്തിക്കപ്പുറവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ദേശീയതയും വംശീയതയും മൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ കുറയ്ക്കാൻ ഈ ഒരു പുതിയ ചിന്താരീതി സഹായിക്കും എന്നാണ് പറയുന്നത്. രാജ്യങ്ങൾ മുമ്പത്തെ പോലെ അധികം കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ല. പ്രശ്നങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. ആദ്യം എപ്പോഴും യുദ്ധമായിരുന്നു, എപ്പോഴും കലഹമായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൗരത്വം അത്ര അങ്ങോട്ട് മുൻപന്തിയിൽ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രതികരിക്കുന്ന ഒരു പൗരന്മാരെ ഇന്ന് ലോകത്ത് കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഗോള സമൂഹങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ, ആഗോള തലത്തിൽ എല്ലാവരും ഒരുമിച്ചത് കൊണ്ട് തന്നെ ദേശീയതയും വംശീയതയും മൂലമുണ്ടാകുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുന്നു. അതായത് തന്റെ രാജ്യം തന്റെ രാജ്യത്തിലൂടെ അടങ്ങാത്ത ഒരു ബഹുമാനവും
അതിൽ നിന്നുണ്ടായി വരുന്നതാണ് ദേശീയത. ഈ ദേശീയത മൂലം ഉണ്ടാകുന്നതാണ് ഈ ഭീകരവാദം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും ആഗോളതലത്തിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. എല്ലാവരും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്താ പറയുന്നത്, സമ്പർക്കത്തിലായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അവിടെ ജീവിക്കുന്നു, അവിടുത്തെ പൗരത്വം മേടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ്, ഈ ഒരു ചിന്താരീതി കുറവാണ്, സംഘർഷങ്ങൾ പൊതുവെ കുറവാണ് എന്നാണ് പറയുന്നത് കേട്ടോ. Countries often bring back old rivalries leading to wars and violence. The Holocaust happened because the Nazis wanted to pure nation identity. Similar killings and have happened in places like the Balkans and Africa. Long-term conflict in Palestine, Kashmir, Rwanda, in Chechnya are also caused by division based on religion and ethnicity. രാജ്യങ്ങൾ പലപ്പോഴും പഴയ മത്സരങ്ങൾ തിരികെ കൊണ്ടുവരുന്നുണ്ട്. ഇത് യുദ്ധങ്ങളിലേക്ക്, ആക്രമണത്തിലേക്ക് നയിക്കുന്നുണ്ട്. നാസികൾ ശുദ്ധമായ ദേശീയ സ്വത്വം ആഗ്രഹിച്ചതിനാലാണ് ഹോളോകോസ്റ്റ് സംഭവിച്ചത്. അന്ന് നാസികൾ എന്താണ്, ശുദ്ധമായിട്ടുള്ള ഒരു ദേശീയ സ്വത്വം ആഗ്രഹിച്ചത് കൊണ്ടാണ്, ഹോളോകോസ്റ്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഹോളോകോസ്റ്റ് ആഗ്രഹിച്ചത് കൊണ്ടാണ് പ്യൂർ നാഷണൽ ഐഡന്റിറ്റി, ഒരു ഹോളോകോസ്റ്റ് എന്നത് പ്യൂർ നാഷണൽ ഐഡന്റിറ്റി, പ്യൂർ അവരുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് അവർ ആഗ്രഹിച്ചപ്പോഴാണ് ഹോളോകോസ്റ്റ് എന്ത് സംഭവിച്ചത്. ബാൽക്കൺ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. വംശീയ കൊലകള്, മത അടിസ്ഥാനത്തിലുള്ള വംശീയ കൊലകൾ അന്ന് നടന്നിട്ടുണ്ട്. ഫലസ്തീൻ, കാശ്മീർ, റുവാണ്ട, ചെച്നിയ എന്നിവിടങ്ങളിൽ ദീർഘകാല സംഘർഷങ്ങൾക്കും കാരണം ഈ ഒരു മതത്തിന്റെയും വംശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനമാണ്. ഇന്നും ഇപ്പൊ ഫലസ്തീനും അതുപോലെ ഇസ്രായേലും ഇന്ന് യുദ്ധം നടക്കുന്നുണ്ട്. ഒരുപാടില്ല, അന്ന് ഉണ്ടായിരുന്ന അത്ര ഇല്ല എന്നാണ്, പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വംശീയ വിവേചനങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള വിഭജനങ്ങളാണെന്നാണ് പറയുന്നത്. സിറ്റിസൺഷിപ്പ് ഫോഴ്സസ് പീപ്പിൾ ഇൻ ടു ഫിക്സഡ് നാഷണൽ ഐഡന്റിറ്റീസ് വിച്ച് ഓഫ്റ്റൻ കം വിത്ത് ഹിസ്റ്ററി, prejudice and violence. A broader global identity can help create peace and unity. പൗരത്വം ആളുകളെ സ്ഥിരമായിട്ടുള്ള ദേശീയ സ്വത്വങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും ചരിത്രവും മുൻവിധിയും അക്രമവും കൊണ്ടുവരുന്നു. വിശാലമായ ആഗോള സ്വത്വം, സമാധാനം, ഐക്യം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പൗരത്വം എന്ന ആശയം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, അപ്പൊ ഞാൻ ഒരു ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നുണ്ടത്. ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്, ഇന്ത്യന്റെ കൂടെയാണ്. കാരണം ഞാനൊരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഞാൻ ഇന്ത്യയുടെ കൂടെയാണ്. അതൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ഒരു വർഗ ബോധം അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു സ്വത്വബോധം എന്നിൽ നിലനിർത്തുന്നത് കൊണ്ട് അത് പലപ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നു, അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ വാദിക്കുന്നു, അത് പിന്നീട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ആഗോളതലത്തിൽ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ ഇവിടുന്ന് അവിടെ ആളുകൾ പോയി ജീവിക്കുന്നു, അവിടുന്ന് ഇവിടേക്ക് ആളുകൾ വരുന്നു, വിദേശികൾ വരുന്നു, അങ്ങനെയുള്ളൊരു സഹകരണം നിലനിൽക്കുന്ന സമയത്ത് എന്താണ്, ഈ പൗരത്വം എന്നത് തലയിൽ കയറൂല എന്നാ പറയാ. അങ്ങനെ പറയാം, പൗരത്വം എന്നത് തലയിൽ കയറില്ല. അതൊരു യുക്തിബോധ അധിഷ്ഠിതമായിട്ട് അവിടെ നിലനിൽക്കും. അതൊരു തലയിൽ കയറി അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. സോ അതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആഗോളവൽക്കരണം, ആഗോളമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പൗരത്വപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. സോ അടുത്ത നമ്മുടെ ഹെഡിങ് വരുന്നത് 20.5 ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്. ഇരട്ട പൗരത്വം എന്നാണ് അതിന്റെ അർത്ഥം. ഡുവൽ സിറ്റിസൺഷിപ്പ്. അസിമിലേഷൻ മീൻസ് അഡ്ജസ്റ്റിംഗ് ടു ന്യൂ കൺട്രീസ് വൈൽ കീപ്പിംഗ് യുവർ കൾച്ചർ. ഇറ്റ് ഹെൽപ്പ് ബോത്ത് മൈഗ്രന്റ് ആൻഡ് ദ ഹോസ്റ്റ് കൺട്രി. അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ രാജ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതിനാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇത് കുടിയേറ്റക്കാരെയും ആതിഥേയ രാജ്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ രാജ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതിനാണ് അസിമിലേഷൻ. ഇപ്പൊ നമ്മൾ അബ്രോഡിലൊക്കെ പോയി പഠിക്കുന്നു, അവിടെ ജീവിക്കുന്നു, അതൊക്കെ നമ്മുടെ ആതിഥേയ രാജ്യത്തെ, അതായത് നമ്മുടെ രാജ്യമല്ലാത്ത മറ്റു രാജ്യങ്ങളാണ് ആതിഥേയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ആതിഥേയ രാജ്യത്തെ കുടിയേറ്റക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അസിമിലേഷൻ എന്നൊരു സംഭവം സഹായിക്കുന്നുണ്ട്. Dual citizenship goes against assimilation. It prevents full integration of creates social separation. Locals may resent migration for wanting benefits without a full commitment. ഇരട്ട പൗരം എന്നത് സ്വാംശീകരണത്തിന് എതിരാണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ അസിമിലേഷന് എതിരാണ്. ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ഏകീകരണം തടയുകയും സാമൂഹിക വേർതിരിവ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായിട്ടുള്ള പ്രതിബദ്ധതയില്ലാത്ത ആനുകൂല്യങ്ങൾ ആഗ്രഹിച്ചതിന് പ്രദേശവാദികൾ കുടിയേറ്റക്കാരോട്
എന്ത് ചെയ്യുന്നുണ്ട്, നീരസപ്പെടുന്നുണ്ട് എന്നാണ് പൂർണ്ണമായി. അതായത് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം, ഒരു രാജ്യത്ത് വന്ന് ജീവിക്കുന്ന മറ്റൊരു രാജ്യത്ത് നിന്ന്, ഒരു ആതിഥേയ രാജ്യത്ത് നിന്ന് ഒരാൾ നമ്മുടെ രാജ്യത്ത് വന്ന് ജീവിച്ചാൽ അവർക്ക് നൽകുന്ന ആ പൗരത്വം എന്താണ്, കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യൻ കേസ്, ഡുവൽ സിറ്റിസൺഷിപ്പ് മോസ്റ്റ്ലി ബെനിഫിറ്റ് wealthy migrants who left for better opportunities after independence, unlike forced laborers they choose to leave. ഇന്ത്യയുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യാനന്തരം മെച്ചപ്പെട്ട അവസരങ്ങൾക്കായിട്ട് നാട് വിട്ട സമ്പന്നരായിട്ടുള്ള കുടിയേറ്റക്കാർക്കാണ് ഇരട്ട പൗരത്വം കൂടുതൽ എന്ത് ചെയ്തത്, പ്രയോജനപ്പെടുന്നത്. നിർബന്ധിത തൊഴിലാളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് വെൽത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഇരട്ട പൗരത്വം എന്ന ആശയം അല്ലെങ്കിൽ ഇരട്ട പൗരത്വം എന്ന അവകാശം ലഭിച്ചത്. ഇഫ് മൈഗ്രൻസ് വാണ്ട് ടു ഡു ബിസിനസ് ഇൻ ഇന്ത്യ ദേ ഷുഡ് ഫോളോ ദ സെയിം റൂൾസ് ആസ് അതർ ഫോറിനേഴ്സ്. കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ മറ്റ് വിദേശികളെ പോലെ തന്നെ അതേ നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. Dual citizenship is about convenience, not emotional attachment. It gives non-resident Indian rights like traveling, working, studying and buying property in India without full responsibility. ഇരട്ട പൗരത്വം എന്നത് എന്താണ്, ഒരു സൗകര്യപ്രദത്തിനാണ്, വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമല്ല. ഒരു രാജ്യത്ത് നിലനിന്ന് ആ രാജ്യത്തിന്റെ വൈകാരികമായ അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജനിച്ച് അവിടെ നിന്നുണ്ടാകുന്ന പൗരത്വമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ പൗരത്വം. അങ്ങനെയുള്ള ഒരു വൈകാരിക ഘടന എന്തിലില്ല, ഇരട്ട പൗരത്വത്തിലില്ല. പൂർണ്ണ ഉത്തരവാദിത്തമില്ലാതെ ഇന്ത്യയിൽ യാത്ര ചെയ്യുക, ജോലി നേടുക, പഠിക്കുക, സ്വത്ത് വാങ്ങുക തുടങ്ങിയ അവകാശങ്ങൾ ഈ പ്രവാസി ഇന്ത്യക്കാർക്ക് നൽകുക. ഇങ്ങനെയുള്ള അവകാശങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ലാതെ എന്താണ്, പഠിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവകാശം നൽകുക എന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ കേട്ടോ. ഹെഡിങ് 20.6 സ്റ്റേറ്റ് ആൻഡ് ദ സിറ്റിസൺ. ഭരണകൂടവും പൗരനും കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ആൻഡ് ദ സിറ്റിസൺ. ദ സ്റ്റേറ്റ് ഈസ് പവർഫുൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബട്ട് ഈസ് നോട്ട് ഓൺലി ദ ഓർഗനൈസേഷൻ ഇൻ സൊസൈറ്റി. അതർ ഗ്രൂപ്പ്സ് ലൈക്ക് ഫാമിലി, റിലീജിയൻ ആൻഡ് എക്കോണമി ഓൾസോ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ്. സംസ്ഥാനം ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനയാണ്, എന്നാൽ അത് സമൂഹത്തിന്റെ ഒരേ ഒരു സംഘടന മാത്രമല്ല. കുടുംബം, മതം, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മറ്റു ഗ്രൂപ്പുകൾക്കും എന്തുണ്ട്, സംസ്ഥാനത്തില് പ്രധാന പങ്കുണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് കൺട്രോൾസ് പീപ്പിൾ ത്രൂ ലോസ് ആൻഡ് ഫോഴ്സസ് മേക്കിംഗ് ഇറ്റ് വെരി influential in their lives. It has authority over all citizens in its territory who must follow its rules. ഭരണകൂടം നിയമങ്ങളിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു. അതിന്റെ പ്രദേശത്തുള്ള എല്ലാ പൗരന്മാരും, ഒരു ഭരണത്തിന് ആ ഭരണകൂടത്തിന് കീഴിലുള്ള പ്രദേശത്തുള്ള എല്ലാ പൗരന്മാരുടെ മേൽ എന്തുണ്ട്, അധികാരമുണ്ട്. അവർ അതിന്റെ നിയമങ്ങൾ എന്തുണ്ട്, നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട്. The state enforces laws using police, military and bureaucracy. Because laws apply to everyone, they can feel impression and unfair to some people. പോലീസ്, മിലിറ്ററി, ബ്യൂറോക്രസി എന്നിവ ഉപയോഗിച്ച് സംസ്ഥാനം നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായതിനാൽ അവർക്ക് വ്യക്തിത്വമില്ലാത്തതും ചിലരോട് അന്യായവും ചിലപ്പോൾ തോന്നിയേക്കാം എന്നാണ് പറയുന്നത്. Many disagrees with laws that go against their beliefs or benefit others more than them. Some feel the state limits their freedom by forcing them to obey unwanted rules. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതോ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതോ ആയിട്ടുള്ള നിയമങ്ങളോട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, വിയോജിക്കുന്നുണ്ട്. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അത് തങ്ങൾക്ക് ചിലപ്പോൾ ലോജിക്കല്ല, അതിൻ്റെ എണ്ണത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ആ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംവരണങ്ങളുണ്ട്. അതായത് എന്താണ്, സ്ത്രീകൾക്കുള്ള സംവരണങ്ങൾ, ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകി, അല്ലെങ്കിൽ ഭരണത്തിലായാലും ഇത്ര ശതമാനം അത് സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ ആനുകൂല്യങ്ങൾക്കാലും SC ST സംവരണം, പട്ടികജാതി പട്ടികവർഗ സംവരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുവദിക്കുന്നതാണ്. പക്ഷെ അത് ചിലർക്ക് എന്തിനാണ് അത് സമത്വത്തിനെതിരല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് പ്രത്യേകമായിട്ട് എന്തിനാണ് സംവരണങ്ങൾ എന്ന് ചിലർ ചോദിക്കുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം
He disagrees with laws that go against their beliefs or benefit other more than them. Some feel the state limits their freedom by forcing them to obey unwanted rules. തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായത് തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള നിയമങ്ങളോട് പലരും എന്ത് ചെയ്യുന്നുണ്ട്, വിയോജിക്കുന്നുണ്ട്. അനാവശ്യ നിയമങ്ങൾ അനുസരിക്കാൻ നിർബന്ധിച്ച് ഭരണകൂടം തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതായിട്ട് ചിലർ കരുതുന്നുണ്ട്. When the state controls more areas of life, people may see it as taking away their rights. This caused conflict and debates about how much power the state should have. ജീവിതത്തിന്റെ കൂടുതൽ മേഖലകൾ ഭരണകൂടം നിയന്ത്രിക്കുമ്പോൾ അത് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതായിട്ട് ആളുകൾ കണ്ടേക്കാം. ഇത് സംസ്ഥാനത്തിന് എത്രമാത്രം അധികാരം വേണമെന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജീവിതത്തിന്റെ പലതരത്തിലുള്ള മേഖലകള് എന്ത് ചെയ്യുന്നുണ്ട്, ഭരണകൂടം നിയന്ത്രിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ടാക്സ് പരമായിട്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ വീട് വെക്കുന്നതായാൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ഭരണകൂടം അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭരണകൂടത്തിന് എത്രമാത്രം അധികാരം വേണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ശരിക്കും വികസനങ്ങൾ നമ്മുടെ ഒരു വികസിത രാജ്യമായിട്ട് തന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നത് വികസിത രാജ്യമാകാതെ ഇല്ലാത്തതും നമുക്ക് തന്നെ ചില കാര്യങ്ങൾ തോന്നിപ്പോയേക്കാം. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് 20.7 നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ്. രാഷ്ട്ര ഭരണകൂടവും അതുപോലെ പൗരത്വവും എന്നാണ് പറയുന്നത്. റീസെന്റ് Ethic and religious identities have become more important worldwide. This challenges the idea of the nation state, which when meant to unite different groups under one political system. അടുത്തിടെ വംശീയവും മതപരമായിട്ടുള്ള സ്വത്വങ്ങൾ ലോകമെമ്പാട് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് കീഴിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ദേശീയ രാഷ്ട്രം എന്ന ആശയത്തെ ഇത് വെല്ലുവിളിക്കുന്നു. ദേശീയ രാഷ്ട്രം എന്ന ആശയത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വെല്ലുവിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The promise of equality, freedom and unity in nation status is now questioned. People doubt whether states can truly stay neutral and separate from ethnic groups. Minorities and disadvantaged groups are demanding more rights, representation and self-governance. This has led to more ethics conflicts. ദേശീയ രാഷ്ട്രത്തിന്റെ സമത്വം, സ്വാതന്ത്ര്യം, ഐക്യം എന്നിവയുടെ വാഗ്ദാനമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിഷ്പക്ഷത പാലിക്കാനും വംശീയ വിഭാഗത്തിൽ നിന്ന് വേർപെടുത്താനും കഴിയുമോ എന്ന ആളുകൾ സംശയിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും കൂടുതൽ അവകാശങ്ങളും പ്രാതിനിധ്യവും സ്വയം ഭരണവും ആവശ്യപ്പെടുന്നു. ഇത് കൂടുതൽ വംശീയ സംഘർഷങ്ങൾക്ക് ഇന്ന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സ്വാതന്ത്ര്യം മാത്രം പോരാ, ഇനിയും സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമുണ്ട്, അവകാശങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യവാദങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ സംഘർഷങ്ങൾക്ക്, വംശീയമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഒരു നാട്ടിനുള്ളിൽ തന്നെ, ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇപ്പൊ ജമ്മു കാശ്മീരിൽ കണ്ടില്ലേ. ജമ്മു കാശ്മീരിൽ എന്താണ്, പണ്ട് തൊട്ടേ അവർക്കുള്ള ഒരു സ്വയം ഭരണാവകാശം ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് എടുത്ത് കളഞ്ഞപ്പോൾ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണ് ചെയ്തത്. The nation-state concept came from Europe. Many countries copied it, but it does not work well everywhere, especially in diverse and traditional societies. When state treats ethics group unfairly, ethics violence increases. Even Western countries struggle with this issue. ദേശീയ രാഷ്ട്ര സങ്കല്പം യൂറോപ്പിൽ നിന്നാണ് വന്നത്. പല രാജ്യങ്ങളും ഇത് പകർത്തി. പക്ഷെ ഇത് എല്ലായിടത്തും എന്താണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് വൈവിധ്യമാർന്നതും പരമ്പരാഗതമായിട്ടുള്ള സമൂഹങ്ങളിലെ സംസ്ഥാനങ്ങൾ വംശീയ വിഭാഗങ്ങളോട് അന്യായമായിട്ട് പെരുമാറുമ്പോൾ വംശീയാക്രമം വർദ്ധിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോരാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. വൈവിധ്യമാർന്നത് പരമ്പരാഗതമായിട്ടുള്ള സമൂഹങ്ങളിൽ ഇപ്പോ ഇന്ത്യ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. സംസ്ഥാനങ്ങൾ വംശീയ വിഭാഗങ്ങളോട് അന്യായമായിട്ട് പെരുമാറുന്നു. ഓരോ വർഗങ്ങൾ അല്ലെങ്കിൽ ചില മതങ്ങളോട്, ഇപ്പൊ ഇന്ത്യയുടെ സിറ്റുവേഷൻ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവ് ഇപ്പോൾ ഈ ഒരു ഭരണകൂടം നിലവിൽ വന്നതോടുകൂടി മതപരമായിട്ടുള്ള ഒരുപാട് വേർതിരിവുകൾ നയിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വംശീയ ആക്രമണത്തിന്
സാധ്യത കൂട്ടുന്നതാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിഷയത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ മെനി പ്ലേസസ് nations and state are mixed up. People assume that building a state automatically creates a united nation, but that's not always true. This leads to bad policies toward ethnic groups. പലയിടങ്ങളിലും രാജ്യവും സംസ്ഥാനവും ഇടകലർന്നിരിക്കുകയാണ്. ഒരു സംസ്ഥാനം നിർമ്മിക്കുന്നത് ഒരു ഏകീകൃത രാഷ്ട്രത്തെ യാന്ത്രികമായിട്ട് സൃഷ്ടിക്കുമെന്ന് ആളുകൾ അനുമാനിക്കുന്നു. എന്നാൽ ഇത് എല്ലായ്പ്പോഴും എന്തല്ല, ശരിയല്ല. ഈ തെറ്റ് വംശീയ വിഭാഗങ്ങളോടുള്ള മോശം നയങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഒരു ഏകീകൃത രാഷ്ട്രം എന്ന നിലയിൽ യാന്ത്രികമായിട്ട് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രം എന്നത് ഒരു ഏകീകൃത രാഷ്ട്രം എന്നുള്ള കീഴിലൊരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി ഇനി ഒരു മതപരമായിക്കോട്ടെ, ആ മതത്തിലുള്ള ആൾക്കാർ മാത്രം ആ രാജ്യത്ത് മതി. ഇപ്പൊ ഇസ്രായേൽ ചിന്തിച്ചതുപോലെ അതുപോലെ പിന്നീട് ഇന്ത്യയിലും അങ്ങനെ ചിന്തിച്ചുകൂടായില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിഭാഗപ്പെട്ടവർക്ക് മാത്രമായിട്ടൊരു ദേശീയമായിട്ടുള്ള അവർക്കായിട്ടുള്ളൊരു സ്വത്വബോധം, ഒരു ഏകീകൃത രാഷ്ട്രം തീരുമാനിക്കുന്നത് എന്താണ്, ഒരു തെറ്റാണ്. അത് വംശീയ വിഭാഗങ്ങളോടുള്ള മോശം നയങ്ങളിലേക്ക്, ആ രാജ്യത്തുള്ള പൗരന്മാരോടുള്ള മോശപ്പെട്ട ഒരു നയമാണതെന്നാണ് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് ടെറിട്ടറി ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് നേഷൻസ്, but religion alone cannot unite a nation. Using religion to promote nationalism only divides and exclude people. History shows that such attempts have failed and will likely fall in the future too. രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഭാഷയും പ്രദേശവും എന്താണ് പ്രധാനമാണ്. എന്നാൽ മതത്തിന് മാത്രം ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കാൻ എന്തില്ല, കഴിവില്ല. ദേശീയത പ്രോത്സാഹിപ്പിക്കുന്നതിന് മതം ഉപയോഗിക്കുന്നത് ആളുകളെ ഭിന്നിപ്പിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുന്നുവെന്നും ഭാവിയിൽ പരാജയപ്പെടുന്നുവെന്നും ചരിത്രം കാണിക്കും. മതപരമായിട്ടുള്ള രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു ഭരണകൂടം പിന്നീട് എന്താണ്, അത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 20.8 റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ ആണ് പറയുന്നത്. ഹാരോൾഡ് ലസ്കി എക്സ്പ്ലെയിൻസ് ദാറ്റ് എ സ്റ്റേറ്റ് is judged by the rights it provide to its citizen is not just an authority that demands loyalty and obedience. People follow its rules because they believe it works for the common good. ഹാരോൾഡ് ലസ്കി വിശദീകരിക്കുന്നത് ഒരു സംസ്ഥാനം അതിന്റെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വിശ്വസ്തതയും അനുസരണവും ആവശ്യപ്പെടുന്ന അധികാരം മാത്രമല്ല അത് വിശ്വസ്തതയും അനുസരണയും മാത്രം പോലെ ഒരു സംസ്ഥാനം അതിന്റെ പൗരന്മാർക്ക് അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലനിൽക്കേണ്ടത്. ആളുകൾ അതിന്റെ നിയമങ്ങൾ പാലിക്കുന്നു, കാരണം അത് പൊതു നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു പൗരൻ ആ ഭരണകൂടത്തെ നിയമങ്ങൾ അനുസരിക്കുന്ന എന്താണ്, ഒരു പൊതു നന്മയെ കരുതിയിട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതു നന്മയ്ക്ക് ഉതകുന്ന നിയമങ്ങളാണ് ഒരു ഭരണകർത്താക്കള് നിർമ്മിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. While citizens have duties towards the state also have responsibilities. It must provide opportunities and conditions that help people grow in all aspects of life. These rights are essential for every citizen. പൗരന്മാർക്ക് ഭരണകൂടത്തോട് കടമകൾ ഉള്ളപ്പോൾ ഭരണകൂടത്തിനും എന്തുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വളരാൻ ആളുകളെ സഹായിക്കുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും എന്ത് ചെയ്യണം, ഭരണകൂടം ഒരുക്കി കൊടുക്കണം. ഈ അവകാശങ്ങൾ ഓരോ പൗരനും എന്താണ്, അനിവാര്യമായതാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ കണക്റ്റഡ്. റൈറ്റ്സ് ആർ വാട്ട് എ പേഴ്സൺ എക്സ്പെക്ട് ഫ്രം സൊസൈറ്റി, while duties are what they give back. Society ensures security, but in return citizens must contribute its well-being. അവകാശങ്ങളും കടമകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വ്യക്തി സമൂഹങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അവകാശങ്ങളാണ്. കടമകളാണ് അവർ തിരികെ നൽകുന്നത്. ഒരു വ്യക്തി അവകാശങ്ങൾ പ്രതീക്ഷിക്കുകയും ആ വ്യക്തിയുടെ കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നതാണ്. സമൂഹം സുരക്ഷ ഉറപ്പാക്കുന്നു, എന്നാൽ പകരമായി പൗരന്മാർ അതിന്റെ ക്ഷേമത്തിന് സംഭാവന നൽകണം. സമൂഹം സുരക്ഷ ഉറപ്പാക്കുമ്പോൾ എന്താണ്, പൗരന്മാർ അതിന് പകരമായിട്ട് ക്ഷേമമുള്ള സംഭാവന, ഒരു ക്ഷേമത്തിന് ഒരു സംഭാവന നൽകുകയാണ് വേണ്ടത്. ഇതൊരു പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. എവറി റൈറ്റ് കംസ് വിത്ത് എ ഡ്യൂട്ടി. ഇഫ് വൺ പേഴ്സൺ ഹാസ് എ റൈറ്റ്, അതർ മസ്റ്റ് റെസ്പെക്ട് ഇറ്റ്. റൈറ്റ് ഷുഡ് നോട്ട് ഓൺലി സെർവ് ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ബെനിഫിറ്റ് സൊസൈറ്റി. എല്ലാ അവകാശങ്ങളും ഒരു കടമയുമായിട്ടാണ് ഉള്ളത്. ഒരാൾക്ക് അവകാശമുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിനെ മാനിക്കേണ്ടതുണ്ട്. അവകാശങ്ങൾ വ്യക്തികളെ സേവിക്കുക മാത്രമല്ല സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയും വേണം എന്നാണ് പറയുന്നത്. റൈറ്റ്സ് ആർ നോട്ട് അൺലിമിറ്റഡ്. ദേ കം വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് every citizen has equal duties toward their fellow citizens and the state. അവകാശങ്ങൾ എന്തല്ല, പരിമിതമല്ല, അവർ ഉത്തരവാദിത്തങ്ങളോടെയാണ് വരുന്നത്. ഓരോ പൗരനും അവരുടെ സഹപൗരന്മാരും ഭരണകൂടത്തോടും എന്തുണ്ട്, തുല്യമായിട്ടുള്ള കടമകളുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. 20.9 സിവിൽ സൊസൈറ്റി ആണ്. The term civil society
was first used by thinkers like Locke and Rousseau to describe a society with a government different from a natural society without rules. സിവിൽ സൊസൈറ്റി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ലോക്കിനെയും റൂസോയും പോലുള്ള ചിന്തകരാണ്. നിയമങ്ങളില്ലാത്തൊരു സ്വാഭാവിക സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണകൂടമുള്ള ഒരു സമൂഹത്തെ വിവരിക്കാനാണ് അവർ സിവിൽ സൊസൈറ്റി എന്ന പദം ഉപയോഗിച്ചത്. ഹെഗൽ saw civil society as a place where people complete economic life separate from the state. He believed only the state could ensure the common good. സംസ്ഥാനത്ത് നിന്ന് വേറിട്ട് സാമ്പത്തിക ജീവിതത്തിൽ ആളുകൾ മത്സരിക്കുന്ന ഒരിടമായാണ് ഹെഗല് സിവിൽ സൊസൈറ്റിയെ കണ്ടത്, സിവിൽ സമൂഹത്തെ കണ്ടത്. പൊതു തന്നെ ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. Karl Marx used civil society to explain the shift from feudalism to capitalism. In the past, people belonged to groups like Gates, which gave them political roles. But as this broke down, individuals became more self-centered, only connected by laws. ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള മാറ്റം വിശദീകരിക്കാൻ കാൾ മാർക്സ് സിവിൽ സമൂഹത്തെ ഉപയോഗിച്ചു. ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള മാറ്റം വിശദീകരിക്കാനാണ് ഉപയോഗിച്ചത്. മുൻകാലങ്ങളിൽ ആളുകൾ ഗിൽഡ് പോലുള്ള ഗ്രൂപ്പുകളിൽ പെട്ടവരായിരുന്നു. അത് അവർക്ക് രാഷ്ട്രീയ വേഷങ്ങൾ നൽകി. എന്നാൽ ഇവ തകർന്നപ്പോൾ വ്യക്തികൾ കൂടുതൽ സ്വയം കേന്ദ്രീകൃതരായ നിയമങ്ങളാൽ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾക്കുള്ള അവകാശങ്ങളും ഫ്യൂഡലിസം ഒരു ഫ്യൂഡൽ ഭരണത്തിന്റെ കീഴിൽ നിന്ന് മുതലാളിത്ത ഭരണം, അതായത് അന്ന് പൗരന്മാരെന്ത് ചെയ്തു, തൻ്റെതായിട്ടുള്ള ഭൂമി കൈവശമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ബിസിനസ് ചെയ്യാനും ക്യാപിറ്റലിസം വ്യവസായം ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴാണ് എന്താണ് സിവിൽ സൊസൈറ്റി എന്ന സമൂഹം ഉണ്ടായതെന്നാണ് മാക്സ് പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിലാണ് സിവിൽ റൈറ്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള, അതായത് പൗരന്മാരുകൾ തന്റെ റൈറ്റ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള അവകാശങ്ങൾ നേടിക്കൊണ്ട് ബിസിനസ് ചെയ്യുകയും ലാഭം കൊയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ഹാഡ് to control society, but it could not fix its deep economic conflict. People's political identity as citizens became separate from their roles in work and trade. ഭരണകൂടത്തിന് സമൂഹത്തെ നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്തില്ല, ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. പൗരന്മാർ എന്ന നിലയിൽ ജനങ്ങളുടെ രാഷ്ട്രീയ സ്വത്വവും ജോലിയിലും വ്യാപാരത്തിലുമുള്ള അവരുടെ റോളുകളിൽ നിന്ന് എന്ത് ചെയ്തു, അത് വേറിട്ട് നിൽക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. Antonio Gramsci had a different view. He saw civil society as more than just individuals. It includes organization that could bring self-rule and freedom. He believed civil society and the state were interconnected. Antonio Gramsciക്ക് വേറൊരു വീക്ഷണം ഉണ്ടായിരുന്നു. സിവിൽ സമൂഹത്തെ വെറും വ്യക്തികൾ എന്നതിലുപരിയായിട്ട് അദ്ദേഹം കണ്ടു സ്വയം ഭരണവും സ്വാതന്ത്ര്യവും കൊണ്ടുവരാൻ കഴിയുന്ന സംഘടനകൾ എന്ത് ചെയ്തു, അതിൽ ഉൾപ്പെടുന്നു. സിവിൽ സമൂഹവും ഭരണകൂടവും പരസ്പര ബന്ധിതമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വന്തമായിട്ടുള്ള അവകാശങ്ങളിൽ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ, സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ് സിവിൽ സൊസൈറ്റി എന്നൊരു സമൂഹ രൂപം കൊണ്ടത്. അത് വെറും സൊസൈറ്റി മാത്രമല്ല, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭരണവും സ്വാതന്ത്ര്യവും കൊണ്ടുവരാൻ കഴിയുന്ന സംഘടനകൾ ഉൾപ്പെടുന്നു. ആ സിവിൽ സൊസൈറ്റി രൂപീകൃതമായി അതിനുശേഷമാണ് ജനാധിപത്യ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുകയും ഭരണകൂടത്തെ അവർക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൂളിംഗ് ക്ലാസ് ബട്ട് ഓൾസോ ഇൻഫ്ലുവൻസസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ദ എക്കണോമി. ഹി ആർഗ്യൂഡ് ദാറ്റ് civil society can resist economic crisis and strengthen the സ്റ്റേറ്റ്. ഭരണകൂടം ഭരണവർഗത്തെ സംരക്ഷിക്കുന്നു, എന്നാൽ പൊതുജനാഭിപ്രായത്തെയും സമ്പദ് വ്യവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളെ ചെറുക്കാനും ഭരണകൂടത്തെ ശക്തിപ്പെടുത്താനും സിവിൽ സമൂഹത്തിന് കഴിയുമെന്ന് അദ്ദേഹം വാദിക്കുകയാണ് ചെയ്തത്. Unlike Marx, Gramsci did not see civil society as purely selfish. He warned against blindly worshipping the state and believed that civil society develops the state's control could fade away. He also pointed out that traditions, habits, not just laws shape people's behavior. മാക്സിനെ പോലെ ഗ്രാംഷി പൗരസമൂഹത്തെ തികച്ചും സ്വാർത്ഥമായിട്ട് കണ്ടില്ല. ഭരണകൂടത്തെ അന്ധമായി ആരാധിക്കുന്നവർക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സിവിൽ സമൂഹം വികസിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഇല്ലാതാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നിയമങ്ങൾ മാത്രമല്ല, പാരമ്പര്യങ്ങളും ശീലങ്ങളും ആളുകളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. Studying civil society in different theories help us understanding politics. It shows how individuals relate to each other and society, and how the state and society interact in shaping public and private life. സിവിൽ സമൂഹത്തെ കുറിച്ചുള്ള വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ പഠിക്കുന്നത് രാഷ്ട്രീയം മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്,
നമ്മെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. വ്യക്തികൾ പരസ്പരം സമൂഹമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പൊതു സ്വകാര്യ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭരണകൂടവും സിവിൽ സമൂഹവും എങ്ങനെ ഇടപെടുന്നുവെന്നും ഈ ഒരു തിയറീസ് പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ഹെഡിങ് 20.10 multiculturalism and the citizenship. Multicultural accommodation is about how government support culture, religious and ethics group. Traditional citizenship focuses on individual rights, not group-based claims. Many political models distrust identity groups. സാംസ്കാരിക മത വംശീയ വിഭാഗങ്ങളെ സർക്കാരുകൾ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചാണ് മൾട്ടി കൾച്ചറൽ താമസ സൗകര്യം മൾട്ടികൾച്ചറൽ എന്ന് പറയുന്നത്. പാരമ്പര്യ പൗരത്വം വ്യക്തിഗത അവകാശങ്ങളിലാണ് ഊന്നൽ നൽകുന്നത്. പാരമ്പര്യമായിട്ടുള്ള പൗരത്വം എന്താണ്? വ്യക്തിഗത അവകാശങ്ങളിലാണ് ഊന്നൽ നൽകുന്നത്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങളിലല്ല. പല രാഷ്ട്രീയ മാതൃകകളും ഐഡന്റിറ്റി ഗ്രൂപ്പുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അവിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Supported of multicultural citizenship beliefs, culture shapes identity. Philosopher Charles Taylor says people develop their sense of self-thought. Cultural interaction. Culture is not just a tool, it's a part of who we are. ബഹുസാംസ്കാരിക പൗരത്വത്തെ മൾട്ടി കൾച്ചറൽ സിറ്റിസൺഷിപ്പിനെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത് സംസ്കാരം സ്വത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ്. മൾട്ടി കൾച്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക മത വംശീയ വിഭാഗങ്ങളെ സർക്കാർ പിന്തുണയ്ക്കുന്നതാണ് ഈ മൾട്ടി കൾച്ചറൽ. അതിനെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുന്നത് സംസ്കാരം എന്ന സ്വത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ്. തത്വചിന്തകനായിട്ടുള്ള ചാൾസ് ടൈലർ പറഞ്ഞത് സാംസ്കാരിക ഇടപെടലുകളിലൂടെ ആളുകൾ അവരുടെ ആത്മബോധം വികസിപ്പിക്കുന്നു എന്നാണ്. സംസ്കാരം വെറും ഒരു ഉപകരണമല്ല, അത് നമ്മൾ ആരാണെന്നതിന്റെ ഭാഗമാണ്. ഒരാളുടെ ഐഡന്റിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അയാളുടെ സംസ്കാരവും മതവും വംശവും ഒക്കെ എന്നുള്ളത്. അതുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ അതിനോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും പൗരത്വത്തിൽ അവകാശങ്ങൾ കൊടുക്കുന്നതിലൂടെ അത് അവരുടെ ഭാഗമാണ്. അതായത് നമ്മൾ ആരാണെന്ന് ഓരോ പൗരനും ആരാണെന്നതിന്റെ ഭാഗമാണ് അത് എന്നാണ് പറയുന്നത്. അതും അവരുടെ സംസ്കാരം അവരുടെ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് എന്താണ്? ഒരു കടമയാണ്, ഒരു സിറ്റിസന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. Belonging to an identity group gives security and sense of choice. Multicultural citizenship allows people to keep their cultural identity while participating in public life. It supports special rights for identity groups. ഒരു ഐഡന്റിറ്റി ഗ്രൂപ്പിൽ പെടുന്നത് സുരക്ഷിതത്വവും തിരഞ്ഞെടുക്കാനുള്ള ബോധവും നൽകുന്നുണ്ട്. മൾട്ടി കൾച്ചറൽ പൗരത്വം പൊതുജീവിതത്തിൽ പങ്കാളികളാകുമ്പോൾ അവരുടെ സാംസ്കാരിക ഐഡന്റിറ്റി നിലനിർത്താൻ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി ഗ്രൂപ്പുകൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഐഡന്റിറ്റി ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ എന്താണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോ ഈ LGBTQ കേട്ടിട്ടുണ്ടാവുമല്ലോ, ജെൻഡർ ഇൻഇക്വാലിറ്റി ഗ്രൂപ്പ്സ്. അതൊക്കെ പലതരത്തിലുള്ള ജെൻഡേഴ്സുകൾ ഉണ്ടെന്ന് അവകാശവാദം മുഴക്കുന്നവരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുമുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളുമുണ്ട്. അതൊക്കെ ഇപ്പൊ പുതിയതായിട്ടുണ്ട്. അതുപോലെ റിലീജിയസ് ഐഡന്റിറ്റി ഗ്രൂപ്പ്, റിലീജിയസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ സിഖുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഐഡന്റിറ്റി ഗ്രൂപ്പ് ഉണ്ട്. സിഖുകാരന്റെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ അവരെ സപ്പോർട്ട്, അങ്ങനെയുള്ള അതായത് സ്വത്വബോധത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഐഡന്റിറ്റി ഗ്രൂപ്പുകളിൽ പെടുന്നത് കേട്ടോ. ക്രിയേറ്റ്സ് ലീഗൽ ചലഞ്ചസ് ബാലൻസിങ് ദ റൈറ്റ്സ് ഓഫ് ഐഡന്റിറ്റി ഗ്രൂപ്പ്സ്, സ്റ്റേറ്റ് ആൻഡ് ഐഡന്റിറ്റി ഗ്രൂപ്പുകൾ, ഭരണകൂടം, വ്യക്തികൾ എന്നിവയുടെ അവകാശങ്ങൾ സന്തുലിതമാക്കുന്നതിൽ ഇത് നിയമപരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഐഡന്റിറ്റി ഗ്രൂപ്പ് അതായത് സിറ്റിസൺഷിപ്പിന് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം എന്നതിന് വ്യത്യസ്തമായിട്ട് ഈ ഐഡന്റിറ്റി ഗ്രൂപ്പുകളിലുണ്ട് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങൾ രൂപീകരിക്കേണ്ടി വരും. അവർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ന്യൂനപക്ഷങ്ങളായതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തുണ്ട്? അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കേണ്ടി വരും. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടുക്കേണ്ടി വരും. ഇതെന്താണ്? ഈ നിയമപരമായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥ, ഒരു ബാലൻസിങ് സിസ്റ്റത്തെ, പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ള ആ ഒരു ബാലൻസിങ് സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സോ അറ്റ് ലാസ്റ്റ് 20.11 കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷനിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മുണ്ടല്ല പൊന്നുസേ, ഇജാണ്ട് പോയിക്കോ, ഞാനാണ്ട് വരാം, ഇതിൽ കൂടെ ആണ് പോയിക്കോ. ഫസ്റ്റ് വൺ സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഗിവ്സ് പീപ്പിൾ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് ദിസ് റൈറ്റ്സ്. സിറ്റിസൺ ഓൾസോ ഹാവ് ഡ്യൂട്ടീസ് ടുവേർഡ്സ് സൊസൈറ്റി ആൻഡ് ദ സ്റ്റേറ്റ്.
പൗരത്വം എന്നത് എന്താണ്? ജനങ്ങളും ഭരണകൂടം തമ്മിലുള്ള ബന്ധമാണ്. ഇത് ജനങ്ങൾക്ക് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭരണകൂടം ഈ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. സമൂഹത്തോടും ഭരണകൂടത്തോടും പൗരന്മാർക്ക് കടമയുമുണ്ട് എന്നാണ് സിറ്റിസൺഷിപ്പില് പറഞ്ഞത്. അടുത്തത് എവല്യൂഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. ഇൻ ആൻഷ്യൻ ടൈംസ് ഓൺലി എ ഫ്യൂ പീപ്പിൾ ഹാഡ് എ സിറ്റിസൺഷിപ്പ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആൻഡ് ലേറ്റർ ബിക്കംസ് കോമൺ ഇൻ മോഡേൺ നേഷൻ സ്റ്റേറ്റ്. Today, every person living in a state has a right to citizenship. In democratic countries, people are citizens and takes part in governance. In non-democratic countries, people are subject with no political rights. പുരാതന കാലത്ത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ പൗരത്വം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളിലേക്ക് നയിച്ചു. പിന്നീട് ആധുനിക ദേശീയ രാഷ്ട്രങ്ങളിൽ സാധാരണയായിട്ട് ഇത് വന്നു. എന്ത്? പൗരത്വം എന്നത്. ഇതൊരു സംസ്ഥാനത്ത് താമസിക്കുന്ന ഓരോ വ്യക്തിക്കും പൗരത്വത്തിനുള്ള അവകാശമുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ പൗരന്മാരാണ്, ഭരണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ജനാധിപത്യേതര രാജ്യങ്ങളിൽ ജനങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങളില്ലാത്ത വെറും പ്രജകളാണ്. എന്താണ്? ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് പൗരാവകാശങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ഗ്ലോബൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം. ഗ്ലോബലൈസേഷൻ ഹാസ് ചേഞ്ച്ഡ് ഇൻ ഐഡിയ ഓഫ് നേഷൻ സ്റ്റേറ്റ് ഇൻ സിറ്റിസൺഷിപ്പ്. നൗ പീപ്പിൾ ടോക്ക് അബൌട്ട് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് സിറ്റിസൺഷിപ്പ്. മെനി കൺട്രീസ് അലോ ഡുവൽ സിറ്റിസൺഷിപ്പ് ഡ്യൂ ടു ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. ഇന്ത്യ ഹാസ് ഓൾസോ ഗ്രാൻഡഡ് ഡുവൽ സിറ്റിസൺഷിപ്പ് ടു പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻ സം കൺട്രീസ്. ആഗോളവൽക്കരണം ദേശീയ രാഷ്ട്രങ്ങളുടെയും ആശയത്തെ പൗരത്വത്തെയും മാറ്റിമറിച്ച് ഇപ്പോൾ ആളുകൾ സംസ്ഥാന അധിഷ്ഠിത പൗരത്വത്തിന് ആഗോള പൗരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു. വലിയ തോതിലുള്ള കുടിയേറ്റം കാരണം പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ട പൗരത്വം അനുവദിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിലെ ഇന്ത്യൻ വംശജർക്ക് ഇരട്ട പൗരത്വം നൽകിയിട്ടുണ്ട്. അതായത് ആഗോളതലത്തിൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ ഗവൺമെന്റിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അവർക്ക് ഫ്രീ ആയിട്ട് ആ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടും ഇരട്ട പൗരത്വം എന്ന ആശയം കൊണ്ടുവന്നത്. അടുത്തത് സിവിൽ സൊസൈറ്റി ആണ് പറയുന്നത്. മോഡേൺ സൊസൈറ്റി ഈസ് കോൾഡ് സിവിൽ ഓർ bureaucracies, bourgeois. Modern society is called civil or bourgeois society. Is focused on individual freedom and economic competition. Unlike medieval society, it does not rely on family units. Some thinkers believe civil society ensures social welfare, while Marxist thinkers disagree. ആധുനിക സമൂഹത്തെ സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ ബൂർഷ്വാ സമൂഹം എന്ന് വിളിക്കുന്നു. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിലും സാമ്പത്തിക മത്സരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്. മധ്യകാല സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് കുടുംബ ഐക്യത്തെ ആശ്രയിക്കുന്നില്ല. സിവിൽ സമൂഹം സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുമെന്ന് ചില ചിന്തകർ വിശ്വസിക്കുന്നു. അതേസമയം മാർക്സിസ്റ്റ് ചിന്തകർ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹിക ചിന്തകൾ അത് ഉറപ്പാക്കുന്നില്ല, സിവിൽ സൊസൈറ്റി ഉറപ്പാക്കാൻ സാധിക്കില്ല എന്നും വിയോജിക്കുന്നു. അടുത്തത് ലാസ്റ്റ് പറയുന്നത് മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ടുഡേ സൊസൈറ്റി ഇൻക്ലൂഡ്സ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചേഴ്സ്, റിലീജിയസ് ആൻഡ് ലാംഗ്വേജസ്. Multiculturalism promotes unity in diversity. It allows different identity groups to live together without losing their uniqueness. Cultural identity and group membership are important in modern citizenship. ഇന്നത്തെ സമൂഹത്തിലെ വിവിധ സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ്. ഒരു ബഹുസ്വര നാനാത്വത്തിൽ ഏകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നവയാണ് ഇന്നത്തെ സമൂഹങ്ങൾ. വ്യത്യസ്ത ഐഡന്റിറ്റി ഗ്രൂപ്പുകൾക്ക് അവരുടെ തനിമ നഷ്ടപ്പെടാതെ ഒരുമിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യുന്നു? ഇത് അനുവദിക്കുന്നത് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി എന്ന ആശയം അനുവദിക്കുന്നു. സംസ്കാരം, സ്വത്വം, ഗ്രൂപ്പ് അംഗത്വം എന്നിവ ആധുനിക പൗരത്വത്തിന്റെ പ്രാധാന്യമാണ് എന്നും ഈ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഡിഫൈൻ ഗ്ലോബൽ ആൻഡ് ഡുവൽ സിറ്റിസൺഷിപ്പ്. ഓക്കെ. ഔട്ട്ലൈൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ. ഡിസ്ക്രൈബ് ദ നേഷൻ ഓഫ് സിവിൽ ലിബർട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിലും പറയുന്നത്. ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ആ കണ്ടന്റ്സ് ഒക്കെ ഈ പറഞ്ഞ ഈ 3 ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.